ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ പയ്യന്നൂർ പാടം. ഈ പയ്യന്നൂർ പാടം പ്രസിദ്ധമായിട്ടുള്ളത് തേവരുടെ ചാഴുകുത്തിന് മാത്രമാണ് ഈ പയ്യന്നൂർ പാടം പ്രസിദ്ധമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ കാണാൻ പോകുന്നത് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ, നിറച്ച് വിരിഞ്ഞ് നിൽക്കണ ഒരു പാടമാണ് നമ്മൾ കാണാനായിട്ട് പോണത്. ഇത് നമ്മുടെ കുമാരേട്ടൻ്റെ കൃഷിയാണ്. കുമാരേട്ടൻ വേറെ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും നല്ലതുപോലെ സൂര്യകാന്തി പൂക്കൾ കുമാരേട്ടൻ കൃഷി ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മാസമാണ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല വലിപ്പമുള്ള, അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോയ പോലൊരു ഫീലാണ് തോന്നിയത്. നല്ല വലിപ്പമുണ്ട്, ഈ പൂവിനെല്ലാം നല്ല വലിപ്പമുണ്ട്. ചിലതൊക്കെ ചെറുതാണ്. തൃപ്രയാറിന്ന് വിത്ത് മേടിച്ചിട്ട് ഇവിടെ നട്ടതാണെന്നാണ് പറയണത്. ഞങ്ങൾ ചെന്നപ്പോൾ കുമാരേട്ടൻ ഉണ്ടായില്ല, കുമാരേട്ടൻ്റെ ഭാര്യയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പയ്യന്നൂരുകാർക്ക് ഇത് നല്ലൊരു അനുഗ്രഹമാണ്. വേറെ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും പോകണ്ട, സൂര്യകാന്തി പൂക്കളുടെ നടുവിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പോകണ്ട. ഇതിപ്പോൾ ചക്കക്കൂട്ടാൻ കണ്ട കുട്ടീനെ പോലെയാണ് ഞാനിങ്ങനെ തുള്ളി തുള്ളി ചാടി പോണത്. ഏത് പൂവിൻ്റെ അടുത്ത് നിൽക്കും എന്നുള്ളൊരു ഡൗട്ടിലാണ് ആ പോയി നിൽക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിന് കുളിർമ കൊള്ളിക്കുന്ന, എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു പാടം. ഇന്നലെ മഴ പെയ്തത് കൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ചില സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വാടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി സൂര്യനെ പ്രണയിക്കുന്ന സൂര്യകാന്തിയാണല്ലോ. ഇനി സൂര്യൻ പോയത് കൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ പോയതൊരു ഈവനിങ് ടൈമാണ്, അപ്പോൾ സൂര്യൻ പോയത് കൊണ്ടാണോ എന്നറിയില്ല. കുറച്ചൊന്ന് വാടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു.